അമേരിക്കയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഇന്ന് ഏപ്രിൽ 8-ാം തീയതി, ബഹ്റൈനിൽ ഇറാന്റെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബഹ്റൈനിലെ പ്രധാന വ്യവസായ കേന്ദ്രമായ സിത്ര മേഖലയിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. സിത്രയിലെ ഒരു സ്ഥാപനത്തിൽ മിസൈൽ അഥവാ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. ബഹ്റൈൻ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ അണച്ചു. ആക്രമണത്തിൽ 2 പൗരന്മാർക്ക് നിസാര പരിക്കേറ്റതായും സിത്രയിലെ ഏതാനും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും ബഹ്റൈൻ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തടഞ്ഞുവെന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായതെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന ഇന്ന് പുലർച്ചെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തടഞ്ഞു. മിസൈലുകൾ തടയുന്നതിനിടെ അവയുടെ അവശിഷ്ടങ്ങൾ കുവൈറ്റിലെ ചില ജനവാസ കേന്ദ്രങ്ങളിൽ വീണതായാണ് റിപ്പോർട്ട്. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റതായും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും കുവൈറ്റ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ സ്ഥിരീകരിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ അവയെ പരാജയപ്പെടുത്തി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം യുഎഇയിൽ മിസൈൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മിസൈൽ അലേർട്ട്സ് വന്നു. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി നേരിട്ടതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് കോംപ്ലക്സിന് സമീപം പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണതായി റിപ്പോർട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഉണ്ടായ തീപിടുത്തത്തിൽ 2 എമിറാറ്റികൾക്കും 1 ഇന്ത്യൻ പൗരനും നിസാര പരിക്കേറ്റു. മുൻകരുതൽ നടപടിയായി ഈ പ്ലാന്റിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ന് രാവിലെ രാജ്യത്തുടനീളം മൊബൈൽ ഫോണുകളിൽ അടിയന്തര ജാഗ്രതാ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. ഷാർജയിലെ സെൻട്രൽ റീജിയനിലുള്ള തുരൈയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് നേരെ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 7 ചൊവ്വാഴ്ച, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ 2 പാകിസ്ഥാൻ പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു. അവരെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. തുരൈയുടെ മാതൃകമ്പനിയായ സ്പേസ് 42 വ്യക്തമാക്കിയതനുസരിച്ച് ഉപഗ്രഹ സേവനങ്ങളെയും മറ്റ് സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളെയും ഈ ആക്രമണം ബാധിച്ചിട്ടില്ല. ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ സേവനം ലഭ്യമാക്കുന്നതാണെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്.